ആക്ച്വലി സിലിഗുരിയിൽ നിന്ന് ഞാൻ റൈഡ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലിഗുരിയിൽ നിന്ന് റൈഡ് ടുവേർഡ്സ് വാരണാസി സൈഡാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ബൈക്കിൻ്റെ വാഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പാക്കിംഗ് എല്ലാം ലൈക്ക് നമ്മുടെ ബൈക്കിൻ്റെ വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജ് എല്ലാം ലോഡ് ചെയ്ത് സിലിഗുരി ടൗണെല്ലാം ക്രോസ് ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് കുറേ മണിക്കൂറുകളെടുത്തു. അത്രയും ലാഗായ കാരണം വാഷും മറ്റുമെല്ലാം ലാഗായ കാരണം ഇന്നലെ രാത്രി, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 മണി വരെ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം 7:30 മണിയൊക്കെ ഇപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 10 മണി വരെ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു HP പെട്രോൾ ബങ്കിൽ ഇവിടെ ഒരു ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷയിലാണ് നൈറ്റ് ഫുൾ കിടന്നുറങ്ങി. ഇവിടെ നിന്നാണ് നമ്മുടെ ഫോൺ കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്ത് അപ്പ് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആവാൻ പോകുന്നു. അത് 4:30 സമയമായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഈ HP ബങ്ക് ബീഹാറിലാണുള്ളത്. അപ്പോൾ ഈ ബങ്കിൽ നേരെ നമ്മൾ വാരണാസി സൈഡിലേക്കാണ് പോകുന്നത്. 500 സംതിങ് കിലോമീറ്റേഴ്സാണുള്ളത്. കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് ഏർലി സ്റ്റാർട്ട് ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണ വഴിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. റോഡ് പകുതി ഇല്ല. ഫെസ്റ്റിവൽ സീസണാണ്, ആൾക്കാർ ഒട്ടം ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഏർലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും, ഫേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലാണ്ടുള്ള വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർലി എൻഡപ്പ് ചെയ്യാൻ പറ്റും. അതായത് മിഡിൽ ഒരു 11 മണി തുടങ്ങി ഒരു 2 മണി വരെ നമുക്ക് ബ്രേക്ക് എടുത്താലും വലിയ സീൻ വരാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു പവർ നാപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഓട്ടോറിക്ഷ കണ്ടോ? ഈ ഒരു ഓട്ടോറിക്ഷയുടെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് സ്പേസ്, ഷെൽട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. കാരണം ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. ലഗേജ് എല്ലാം ബൈക്കിലുണ്ട്. ഒരു സാധനം പോലും ആരെടുത്തിട്ടോ ഇല്ല. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കാണാൻ പറ്റും. അതായത് ഫുൾ മഞ്ഞ്, ഫോഗ് കാര്യങ്ങളെല്ലാം ബൈക്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ ബങ്ക് എല്ലാവരും സപ്പോർട്ടിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടിയത്. എല്ലായിടത്തും ഇങ്ങനെ ഒരു ഇത് കിട്ടണമെന്നില്ല. സ്റ്റേ സേഫ്. അപ്പോൾ ഞാൻ ഗിയർ കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈഡിങ് ഗിയേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ പോവാണ്. അതിന് മുമ്പ് നമ്മുടെ പെട്രോൾ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങും. ഓൾ സെറ്റ്. അപ്പോൾ ഇവിടുന്ന് നേരെ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് നേരെ ഇവിടുന്ന് പോവാണ്. ഗിയറപ്പ് കാര്യങ്ങളൊക്കെ ആയി. അതിനിടയിൽ ബ്രഷും കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോയി. ഇപ്പോൾ ബൈക്കെല്ലാം വാമപ്പ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് വാമപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബൈക്കെല്ലാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ഒരു ഹീറ്റ് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ബൈക്കിനുണ്ട്. കാരണം ഒരു ഫോഗി സിറ്റുവേഷനിലാണ് ഇരുന്നത്. ബൈക്ക് വാമപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി പവറിൽ കുറച്ച് വേരിയേഷൻ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാമപ്പൊക്കെ ആയി. ഇനി നേരെ പോയിട്ട് ഫ്യൂലപ്പ് ചെയ്യണം. ഫ്യൂലപ്പ് ചെയ്തിട്ട് നേരെ ഇവിടുന്ന് സ്ട്രൈറ്റ് വാരണാസി സൈഡ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:20 ആയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ, സ്കൈ കാര്യങ്ങളെല്ലാം. ആൻഡ് അവിടെ നിന്നാണ് നമുക്ക് ഫ്യൂല് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അവിടുത്തെ ആൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്യ മോർണിംഗ് വ്യൂ ഓഫ് ബീഹാർ പൂർണിമ. ഇവിടെ ഈ ഒരു ലൊക്കേഷൻ 0 മൈലിനൊക്കെയാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയില്ല കറക്റ്റ്ലി എക്സാക്ട്ലി. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അങ്ങനെയാണ്. എനിക്കിവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ പൂർണിമ മെയിൻ സിറ്റി വരും. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബൈപ്പാസ് റോഡ് കയറി ഹൈവേയിലേക്ക് പോകും. സോ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ കറണ്ട് വ്യൂ കാര്യങ്ങളെല്ലാം. അവിടെ ഒരു സൺറൈസ് ഉണ്ട്, അടിപൊളി കാര്യങ്ങൾ. ഫൈനലി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പോൾ ഒരു പെട്രോൾ ബങ്ക് കാര്യങ്ങളുണ്ട്. ഫാനുള്ള കാരണം സീനില്ല. ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റായിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇതാണ് ഇവിടുത്തെ കറണ്ട് വൈബ് കാര്യങ്ങളൊക്കെ. ബൈക്കിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സീറ്റിൻ്റെ ഈ കാണുന്ന ഒരു ബോൾട്ട് ഉണ്ട്. ഈ ഒരു ബോൾട്ട് കാര്യങ്ങളെല്ലാം ലൂസായിപ്പോയി. അപ്പോൾ അത് ടൈറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് റോഡിലൊരു ഗട്ടറിൽ ചാടിയതാണ്. ആ ഗട്ടറിൽ ചാടിയതിൻ്റെ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൗസി രാജ. ഐ എം ദേവ്. So where is this location? This location is Maheshkhund, Bihar, Khagadiya.
And after seeing the bike, any like It is so most beautiful, modified. I most like it. Complicated this situation, but it is very careful, fully modified, and I most like your technician performance. Very good. बहुत बढ़िया लगा. and thank you so much, sir, actually for the supporting me for in part of my ride. Thank you so much. ലാസ്റ്റ് നമ്മുടെ ബൈക്കിൽ ലൂബ് കാര്യങ്ങളെല്ലാം ചെയ്തത് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിഗുരിയിൽ നിന്നാണ് ലൂബിങ് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ചെയ്ത്. ഇപ്പോൾ ചെയ്യണം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വെതറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ലൂബ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഓൺ ദ വേ ടുവേർഡ്സ് വാരണാസി. What you guys doing here? Huh? Where are you going? റൈഡ് ചെയ്യണ സമയത്ത് ആക്ച്വലി ഒരു വ്യൂ കാര്യങ്ങളെല്ലാം എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഞാനും എൻ്റെ ബൈക്കും. അടിപൊളി ഒരു മാജിക്കൽ സൺസെറ്റ് കാര്യങ്ങൾ. ഇന്നത്തെ ഡേ എൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഇങ്ങനൊരു മാജിക്കൽ വ്യൂ കാര്യങ്ങളെല്ലാം മുമ്പിലേക്ക് എത്തിയത്. ആൻഡ് 10 മണിയാണ് നമുക്ക് വാരണാസി എത്താനായിട്ട് സമയം കാണിക്കുന്ന ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം. 10 മണിക്കൊന്നും എത്താൻ പോകുന്നില്ല, അത് വേറെ കാര്യം. കാലത്ത് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ഞാൻ അവിടെ നിന്ന് വാരണാസി സൈഡിലേക്ക് ടുവേർഡ്സ് പോന്നു. പോകുന്ന സമയത്ത് എൻ്റെ ബൂട്ടിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളെല്ലാം, ഈ ഒരു സ്ട്രാപ്പ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റോട്ടിൽ മിസ്സായി പോയി. 10 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് 10 കിലോമീറ്റർ തിരിച്ചു കൊണ്ടുവന്നു. അവസ്ഥ ആലോചിച്ച് നോക്കണേ. നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വല്ല പണി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ മറക്കാണ്ട് ഷെയർ ചെയ്യുക. അതായത് ഇന്നിപ്പോൾ ഡേ സിലിഗുരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 3ാമത്തെ ദിവസമാണ് ഇന്ന് വാരണാസി ഇന്നും എത്തിയിട്ടില്ല. 3ാമത്തെ ദിവസം ഇപ്പോൾ ഒരു 12 മണിക്കൊക്കെ ഏകദേശം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 150 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളം കണ്ടിട്ടില്ല. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ കൂളിംഗ് ഉള്ള ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം ഇവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ വാരണാസി പോകാനായിട്ട്. അപ്പോഴേക്കും ബോഡിയൊക്കെ ഒന്നും കൂടി സെറ്റായി വരും. ഫൈനലി വാരണാസി 14 കിലോമീറ്റർ ഉണ്ട്. വാരണാസി ഈ ഒരു കാണുന്ന കടയിൽ നിന്ന് ചായ കാര്യങ്ങളെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സീൻ. ടെറർ റോഡാണ്. കാറൊക്കെ പോകുന്ന പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പൊടി കാര്യങ്ങളൊക്കെയാണ് റോഡിൽ. ബൈക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ബൈക്കിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വാരണാസി മെയിൻ ടൗൺ ആണ് വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇവിടെ നിന്ന് ശരിയാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ സിറ്റിയുടെ ഉള്ളിൽ പോയി ലോക്കാവും. അപ്പോൾ ഇന്ന് എന്തായാലും ഗഡ്സിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം. ബാഗ് കാര്യങ്ങളും സേഫ് ആക്കിയാൽ മാത്രമാണ് ഗഡ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലോക്കാവും. ഇപ്പോൾ ഉള്ളത് യു പിയിലാണുള്ളത്. 94 രൂപ പെട്രോളിൻ്റെ വില. അതായത് 2.22 ലിറ്റർ പെട്രോള് 210 രൂപ. അതായത് ബീഹാറൊക്കെ എത്ര റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറെല്ലാം പെട്രോളിൻ്റെ പ്രൈസ് 106 രൂപയൊക്കെയാണ്. അതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കുറവാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ വില കാര്യങ്ങളെല്ലാം. भैया को मालूम है बेचारे इंग्लिश बोल रहे हैं, वो पनिया ले लो। भैया
ഇത് ലോക്കൽ ലോക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ഏകദേശം AC പ്രൈവറ്റ് AC ഡോം ഉണ്ട്. AC ഡോം എന്ന് പറഞ്ഞാൽ 6 ബെഡ് 8 ബെഡ് മിക്സഡ് ഡോമാണ്. ഇതിന് ഏകദേശം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയ പ്രൈസ് ഏകദേശം ഒരു ദിവസത്തേക്ക് 341 രൂപയാണ് ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്. എന്തോന്ന് പോയി അപ്പോൾ എനിക്ക് 341 രൂപയായിരുന്നു ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാൻ. അതിൽ 3 നൈറ്റ് സ്റ്റേ ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് ഇത് ബേസ്മെൻറ്റ് പാർക്കിംഗ് കാര്യങ്ങളാണ്. ഇവിടുന്ന് നമ്മുടെ ഗേറ്റ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കിയിട്ട് വേണം പുറത്തേക്ക് എടുക്കാനായിട്ട്. ഇത് ലോക്കാണല്ലോ പള്ളി സീൻ. എൻ്റെ ഗേറ്റ് വരെ ലോക്ക് ചെയ്തേക്കാണ്, ബേസ്മെൻറ്റിൻ്റെ ഗേറ്റ്. അത് ഇനി ആരുടെ കയ്യിലെ കീന്ന് അറിയില്ല. അതെല്ലാം പോയി ചെക്ക് ഔട്ട് ചെയ്യണം. ആൻഡ് ബൈക്ക് കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഇന്നലെ ഫുൾ ഡേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സിറ്റുവേഷൻ എന്നറിയാം. കാരണം ചെറിയൊരു സൗണ്ടിലൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല. നമ്മുടെ മിറർ കാര്യങ്ങളെല്ലാം ലൂസാണ്, ജർക്കിങ്ങിൽ ലൂസായിപ്പോയി. അതും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എവിടെയെങ്കിലും വെച്ചിട്ട്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ UP-യിലാണുള്ളത്. UP-യിൽ ബൈക്ക് സർവീസ് റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബൈക്ക് കാര്യങ്ങളെല്ലാം അവിടെ കയറ്റിയിട്ടുണ്ട്. ഇവിടെ സർവീസ് സെൻറ്റർ ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. 10 മണി 10:30 ആവും ശനിയാഴ്ച കാരണം ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർവീസ് സെൻറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അവിടുത്തെ ടെക്നീഷ്യൻ കാര്യങ്ങളായിരുന്നു നമ്മൾ ബൈക്ക് ഡയഗ്നോസ് ചെയ്ത് എന്താണ് ബൈക്കിൻ്റെ കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് എനിക്ക് നെക്സ്റ്റ് എന്താണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് മനസ്സിലാക്കിയാലാണ് ബാക്കി കാര്യങ്ങളിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര നേരം ഞാനിവിടെ സ്റ്റക്കായിരിക്കും. വാരണാസി നിയർ ബൈ വാരണാസി ടൗണിൽ സ്റ്റക്കാണ്. എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അടുത്തൊരു സ്റ്റെപ്പ്, അതായത് എന്തൊക്കെ ചെയ്തിട്ട് അത് സോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഷോറൂം ഇപ്പോൾ സമയം 9:40 ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫെല്ലാം വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഒരു 10 മണി 10:30 ഇവരുടെ ടീം ഗ്രൗണ്ടിലിറങ്ങി അപ്പ് ചെയ്ത് വരുമ്പോൾ ഈ സെൻറ്ററിൻ്റെ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള ലോഞ്ച് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടെക്നീഷ്യൻസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.